കരയാൻ ശാരദയും അതുപോലെ തന്നെ KR വിജയും ഗ്ലാമർ കാണിക്കാൻ വിജയശ്രീയും ഷീലയും ഉള്ളപ്പോൾ ജയഭാരതിക്ക് ഇതിനൊന്നും ചാൻസ് കിട്ടിയിരുന്നില്ല. പക്ഷേ അന്ന് കോവേ സരള, കോവയിൽ ഭാരതി എന്നായിരുന്നു നമ്മുടെ ജയഭാരതിയുടെ പേര്. പ്രായം 17 വയസ്സാണ് സിനിമാ ലോകത്ത് വരുന്നത്. ഈ റോഡിൽ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയുടെയും കൂടിയാണ് ജയഭാരതി താമസിച്ചിട്ടുള്ളത്. മുത്തച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേയിലത്തെ ഗാർഡാണ്. അപ്പോൾ അതുകൊണ്ട് മുത്തച്ഛൻ നല്ലൊരു കലാകാരനാണ്. നമ്മുടെ ജയഭാരതിനെ ഒരു നടിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു മുത്തച്ഛനാണ്. അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ജയഭാരതിയുടെ അമ്മേനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടോ പോയി, എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. ജയഭാരതിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്കൂൾ കോമ്പറ്റീഷനിൽ വലിയൊരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നതിൽ ആൾക്ക് 1ാം സമ്മാനം കിട്ടി. അപ്പോൾ മുത്തച്ഛന് കൂടുതൽ ആവേശമായി, എന്തായാലും ഏതെങ്കിലും പടത്തിൽ കയറ്റണം എന്നുള്ളത്. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് വല്ലാത്ത പഹയൻ എന്ന പടത്തിൽ നമ്മുടെ ജയഭാരതി അഭിനയിക്കുന്നത്. അത് പെട്ടെന്ന് റിലീസായില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റിലീസായി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വേറെ പടം കിട്ടി. ചിത്രത്തിൻ്റെ പേരാണ് പെൺമക്കൾ റിലീസായി. പക്ഷേ പടം വിജയിച്ചില്ല. അതോടുകൂടിയിട്ട് രാശിയില്ലാത്ത നടി എന്ന് പറഞ്ഞുകൊണ്ട് ജയഭാരതിനെ തള്ളിക്കളയുക ചെയ്തത്. പിന്നെ പല സെറ്റിലും ചാൻസ് എന്ന് വെച്ച് മുത്തച്ഛൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ തിക്കുറിശ്ശീൻ്റെ അവിടെ ഒരു റോളുണ്ടെന്ന് വേണ്ട ചെന്നത്. ലാസ്റ്റ് ആ റോള് വേറെ ഏതോ ഒരു നടിക്ക് വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ തിരിച്ചു പോരാനായിട്ട് പൈസ പോലുമില്ല അമ്മയുടെയും അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കയ്യിൽ. അപ്പോൾ തിക്കുറിശ്ശി വിളിച്ചു വെച്ചാൽ നിങ്ങൾ എന്താ പൊക്കോളം പറഞ്ഞിട്ട് എന്താ അവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി നടന്ന് വേണം പോകാനായിട്ട്, ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാവില്ല, ഇവിടെ നിന്ന് പൈസ കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് പൈസ ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് അങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിക്കുറിശ്ശി കാശ് കൊടുത്ത് പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടും, ഈ കുട്ടി രക്ഷപ്പെടും. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ കുട്ടിക്ക് ഇപ്പം നടന്നു പോകാനായിട്ട് ഒരു ഗതികേട് വന്നല്ലോ, അതുപോലെ തന്നെ ഈ കുട്ടി കാറ് മേടിക്കും, നല്ല സിനിമയിൽ നല്ലൊരു നിലയിലെത്തും എന്നന്ന് തിക്കുറിശ്ശി പറഞ്ഞു. അതും കേട്ട് അതിപ്പോൾ നമ്മളും പല ആൾക്കാരും ഇതുപോലെ ചാൻസ് ചോദിച്ചു കിടക്കുമ്പോൾ പലരും പറയാറുണ്ട് നീ നല്ല ആളാവും, നാട്ടുകാരും പറയും, അതിൻ്റെ മനസ്സിലുണ്ടാവുക എവിടെ എത്തില്ലടാ അങ്ങനെയൊക്കെ. അതൊക്കെ പോട്ടെ. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പടം കിട്ടി. അത് കര കാണാ കടൽ എന്ന് പറഞ്ഞിട്ട് സത്യൻ്റെ കൂടെ, അതിൽ നമ്മുടെ ഇതിൽ വലിയ റോളൊന്നല്ല, അതിൽ വലിയ പ്രഗത്ഭരായ നടികളും നടന്മാരൊക്കെ ഉണ്ട്. പക്ഷേ സത്യൻ്റെ കൂടെയുള്ള റോളായിരുന്നു. ആ പടം ഭയങ്കര വിജയമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് തോക്കുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞ ചിത്രത്തിൽ പ്രേമനസിൻ്റെ കൂടെ അഭിനയിക്കുന്നത് നായികയായിട്ട്. അതിൽ നായിക വേറെയുണ്ട്, നായികയ്ക്ക് തുല്യമായുള്ള കഥാപാത്രം എന്ന് പറയാം. ആ പടങ്ങൾ രണ്ടും ഭയങ്കര ഹിറ്റായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ജയഭാരതിയുടെ ഒരു യുഗമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 72 മുതൽ 82 വരെ ജയഭാരതി നസീറും ഇല്ലാത്ത സിനിമയില്ല. അപ്പോൾ അതിനൊരു മുതൽക്കൂട്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷീലിൻ പ്രേംനസറും തമ്മിൽ തെറ്റി. എന്തൊക്കെയോ പ്രണയോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളെ കൊണ്ട് ഇവർ തമ്മിൽ തെറ്റി. ഷീല ശരിക്ക് മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തു. അങ്ങനെ ഇടവേള എടുത്ത കാരണം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ഏറ്റവും പടങ്ങളിൽ അതുപോലെ ഉർവശി അവാർഡൊക്കെ മേടിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ശാരദയും പ്രേമനസറുമായിട്ട് അങ്കത്തട്ട് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ മുകളിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. അതോടുകൂടിയിട്ട് ശാരദയ്ക്ക് മലയാളം മടുത്തു. മലയാളത്തിൽ നിന്ന് ശാരദ പോവാണ് തെലുങ്കിൽ അവിടെ കാലുറപ്പിച്ചു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ചാൻസ് മുഴുവൻ ജയഭാരതിക്ക് കിട്ടി. എതിരാളികളില്ലാത്ത ചാൻസായി അത്. പിന്നെ ഇവർ അഭിനയിക്കുന്ന പടമൊക്കെ ഗംഭീര വിജയമാണ്. ജയഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ശാരദ, ഷീല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമ അഭിനയമുള്ളവരാണ് അവരൊക്കെ. അന്നത്തെ കാലത്ത് അംബിക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നടികളുണ്ട്, അവരെ രാഹിണി ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ കൃത്രിമമുള്ള നടികളാണ്. അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ കൃത്രിമത്വം കയറി വരും. പക്ഷേ ജയഭാരതി എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലാണ്. ജയഭാരതിയുടെ അഭിനയം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് സംവിധായകർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ നേരക്ക് 72 മുതൽ 82 വരെ ജയഭാരതിയുടെ ഒരു യുഗമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഷീലയെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള അഭിനയമാണ് പിന്നെ അവിടെ നിന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ജയഭാരതിക്ക് അവാർഡുകൾ കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ അവാർഡുകളും ഇഷ്ടം പോലെ സ്വന്തമാക്കി. പക്ഷേ അതിനിടയിൽ തിക്കുറിശ്ശി പറഞ്ഞൊരു കാര്യമുണ്ട്. തിക്കുറിശ്ശി പറഞ്ഞെന്താണ്, ജയഭാരതി കാറ് മേടിക്കും, വലിയ ബംഗ്ലാവ് മേടിക്കും, വലിയൊരു നടിയായി മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ജയഭാരതി കാറ് മേടിച്ചു.
കാറ് മേടിച്ചപ്പോൾ എന്തുണ്ടായി, ആദ്യമായിട്ട് ആ കാറിൽ കയറാനായിട്ട് ഉർവശി നമ്മുടെ ജയഭാരതി ചെന്ന് സമീപിച്ചത് തിക്കുറിശ്ശിനെയാണ്. എന്നിട്ട് പറഞ്ഞു, ചേട്ടനാണ് ഞാൻ ആദ്യമായിട്ട് കാറ് മേടിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാറ് മേടിച്ചപ്പോൾ ആദ്യമായിട്ട് തിക്കുറിശ്ശിനെ കാറിൽ കയറ്റി. അങ്ങനെ അപ്പോൾ തിക്കുറിശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു കുറേ പടങ്ങൾ ഭയങ്കരമായിട്ട് വിജയമായിട്ട് നിൽക്കണം, അവാർഡിൽ പരിഗണിച്ച പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിൽ അവാർഡ് കിട്ടുന്ന എല്ലാവരും പ്രതീക്ഷിച്ച് ജയഭാരതി, പക്ഷേ ആ അവാർഡ് കിട്ടിയില്ല. അവാർഡ് വേറൊരു നടി കൊണ്ടുപോയി. ഒരു നല്ല നടിക്ക് ഉള്ളൊരു അവാർഡ് പോയാലും ഒരു നോമിനേഷൻ കിട്ടി. അപ്പോൾ ഭയങ്കര സങ്കടമായപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, ഞാൻ നിന്നെ വെച്ചിട്ടുകൊണ്ട് ഒരു പടം എടുക്കാൻ പോകണം, നിനക്കതിൽ ഉർവശി അവാർഡ് കിട്ടാൻ വേണ്ടി. ഉർവശി ഭാരതി എന്ന് പറഞ്ഞിട്ട് തിക്കുറിശ്ശി സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ ഉർവശി അവാർഡൊന്നും കിട്ടിയില്ല, പടം വലിയ തരക്കേടില്ലാണ്ട് പോയി. അങ്ങനെ വളരെ നാച്ചുറലായ അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അതുപോലെ തന്നെ കഥാപാത്രത്തിന് അനുയോജ്യമായുള്ള സെക്സ് കാണിക്കാൻ ഏതറ്റം വരെ പോകാനും ജയഭാരതി തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ഭരതൻ്റെ രതിനിർവേദം എന്ന് പറഞ്ഞൊരു പടത്തിലൊക്കെ ഭയങ്കര വൾഗറായിട്ട് അഭിനയിച്ചത്. അതുമല്ല, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞുള്ളൊരു പടത്തിൽ ഭയങ്കര സെക്സിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എവിടം വരെ സെക്സ് അഭിനയിക്കാനും ഗ്ലാമർ കാണിക്കാനും അവസാനം ജയഭാരതിയും തയ്യാറായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശരിക്കും ജയഭാരതിയുടെ ഒരു വിവാഹം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിച്ചു. ഇപ്പോൾ പറയണ പോലെ തന്നെ ആരാണ്, സുപ്രിയ സിനിമയിലേക്ക് കൂടിയാണ് നമ്മുടെ ശരിക്ക് ഇഷ്ടം പോലെ പടങ്ങൾ പിടിക്കുന്ന ഒരു ബാൻഡറാണ് സുപ്രിയ. ആ സുപ്രിയ ഹരിപ്പോത്തനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അന്ന് കിരീടം വയ്ക്കാത്ത രാജാവാണ് അവിടെ. അങ്ങനെ ജയഭാരതിയുടെ കഷ്ടകാലം കൊണ്ട് ആ ഒരു പ്രൊഡ്യൂസറെ കൂടെ കുറേ കാലങ്ങൾ കീപ്പായിട്ട് കല്യാണം കഴിച്ചില്ല. അന്ന് അയാൾക്കോ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ജയഭാരതിനെ വേറെ ആരെങ്കിലും ഒന്ന് നോക്കണ പോലും ഈ ഹരിപ്പോത്തന് ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് തടവൽ എന്ന് വേണമെങ്കിൽ പറയാം. പുറത്ത് പടങ്ങൾ അഭിനയിക്കാൻ പറ്റാണ്ട് സുപ്രിയയുടെ പടങ്ങൾ മാത്രം ഏത് അറ്റം വരെ സെക്സ് കാണിച്ചുകൊണ്ട് ജയഭാരതിനെ ശരിക്കും പറഞ്ഞ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ എന്നിരുന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വളയത്തിൽ നിന്നെല്ലാം ചാടി രക്ഷപ്പെട്ട് ആ ബന്ധം വേണ്ടാന്ന് വെച്ച് അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ട് അടിയിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആ ബന്ധങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് സത്താറിനെ കല്യാണം കഴിച്ചു. സത്താറിനെ കല്യാണം കഴിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എന്തായാലും നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ജയഭാരതിയുടെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിലൊന്നും തീരില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സമയം പോലെ നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിർത്താം.